ഇന്ന് നമ്മൾ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ കസ്റ്റം തമ്പനെയിൽ നല്ല ഹൈ ക്വാളിറ്റിയിൽ നിർമ്മിച്ചെടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് രണ്ട് ആപ്ലിക്കേഷൻസിൻ്റെ സഹായമുണ്ട്. രണ്ടും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പിക്സാർട്ടും സ്റ്റിക്കർലി എന്നുള്ള ഒരു ആപ്ലിക്കേഷനുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി പിക്സാർട്ടിലെ പ്ലസ് ബട്ടണിൽ ഞെക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം. എന്നിട്ട് ടൂൾസിൽ ക്രോപ്പ് എന്ന ഭാഗത്ത് ഞെക്കി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം യൂട്യൂബ് തമ്പനെയിൽ സൈസിലുള്ള ഓപ്ഷൻ ലഭിക്കും. അതിൽ നിങ്ങളൊന്ന് ടിക്ക് ചെയ്യുക. ശേഷം നമുക്കിതിലേക്ക് ടെക്സ്റ്റും അതുപോലെ ഫോട്ടോസും ആഡ് ചെയ്യാം. പക്ഷേ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റേ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മളിതിലെ ഫോട്ടോ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 3 ഫോട്ടോ നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ആഡ് ചെയ്ത 3 ഫോട്ടോയും കാണാം. അപ്പോൾ ഒരുപാട് ഫിൽറ്റർ അവൈലബിൾ ആണ്. ഈ ഫോട്ടോയുടെ കപ്പാസിറ്റി നമുക്ക് കുറക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. അതുപോലെ ക്രോപ്പ്, അതുപോലെ റീപ്ലേസ് ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് ഇഷ്ടപ്പെട്ട 3 സ്ഥലത്ത് ഇതിനെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് ശേഷം നമുക്കതിനെ എറേസ് ചെയ്യുകയാണെങ്കിൽ എറേസ് ചെയ്യാം. അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ ഈ 3 സ്ഥലത്ത് ഈ 3 ഫോട്ടോയും നല്ല ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ രൂപത്തിലാണ് ഞാനിവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ശേഷം നമുക്കിതിനെ സേവ് ചെയ്യാം. ഇനി ഇതിൽ ഞാനൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നേരെ ഇത് സേവ് ചെയ്യാവുന്നതാണ്. ശേഷം ആ ആരോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് എന്നുള്ള ഭാഗത്ത് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഡിവൈസ് ഫോൾഡറിലേക്ക് സേവ് ചെയ്യുന്നതാണ്. ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. ശേഷം നമ്മൾ സ്റ്റിക്കർലി എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് പ്ലസ് ബട്ടണിൽ നീക്കി നമ്മൾ സേവ് ചെയ്ത ഇമേജ് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക. ക്രോപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ഭാഗത്ത് നീക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇമേജ് ക്രോപ്പ് ആവും. ശേഷം അഡ്ജസ്റ്റ്, അതുപോലെ സ്റ്റിക്കർ, ഇമോജീസ്, സ്റ്റിക്കറല്ല ഇമോജീസൊക്കെ നമുക്ക് ചേർക്കാൻ സാധിക്കുന്നതാണ്. ശേഷം ടെക്സ്റ്റ് ചേർക്കാം. അത് എങ്ങനെയാണ് നോക്കാം. നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഹൗ ടു മേക്ക് തംബ്നെയിൽസ് എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ടൈപ്പ് ചെയ്തിട്ട് ശേഷം നമ്മളവിടെ ഇഷ്ടമുള്ള ഭാഗത്ത് നമുക്കവിടെ ഫിക്സ് ചെയ്യാം. ശേഷം നെക്സ്റ്റ് അടുത്തത് ടൈപ്പ് ചെയ്യാം. ഹൗ ടു മേക്ക് എന്നതായിട്ടുണ്ട്. ആ എ എന്നുള്ള ഭാഗത്ത് നിൽക്കി കഴിഞ്ഞാൽ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണിക്കും. നമ്മൾ ബ്ലാക്ക് കളറ് ഒരു ബോർഡർ കാണിക്കുന്നത് പോലെ നിങ്ങൾക്കവിടെ കാണിക്കും. അതുപോലെ ടൈപ്പിൻ്റെ ടെക്സ്റ്റിൻ്റെ സ്റ്റൈലും ഒക്കെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇഷ്ടമുള്ള കളർ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആക്കാം. ഇവിടെ ഹൗ ടു മേക്ക് തംബ്നെയിൽ എന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെയും ഇഷ്ടമുള്ള സ്ഥലത്ത് ആക്കി കൊടുക്കാം. അവിടെ HD തംബ്നെയിൽ എന്നാക്കാം. ഹൗ ടു മേക്ക് HD തംബ്നെയിൽ എന്നാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി അതിന് വലിപ്പം കൂടുകയും ഒന്നുകൂടി അട്രാക്റ്റീവ് ആവുകയും ചെയ്യും. അതിനെയും നമ്മൾ ഇഷ്ടമുള്ള മാതിരി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹൗ ടു മേക്ക് എന്നതിൻ്റെ നേരെ അടിയിലാണ് അതിനെ ഫിക്സ് ചെയ്യുന്നത്. ശേഷം അതിനെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലാക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മൾ മുകളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് തട്ടുന്ന രൂപത്തിൽ താഴെ ചിരിച്ച് വെച്ചാൽ ഒന്നും കൂടി അട്രാക്റ്റീവ് ആവും. പക്ഷേ ഇതിൽ ഹൗ ടു മേക്ക് എന്നുള്ളത് വലിയ വേർഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് സ്പേസൊക്കെ ഇട്ടിട്ട് നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി അത് കാണുന്ന ഭംഗിയുണ്ടാവും. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഓൺ മൊബൈൽ എന്നുള്ള ഇതാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ സെലക്ട് ചെയ്ത് ഫോണ്ടൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു മഞ്ഞ നമ്മൾ മുകളിൽ അപ്ലൈ ചെയ്തതാണല്ലോ, വേറൊരു കളർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ കളർ എന്ന ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കാണിക്കും. അപ്പോൾ നമ്മളൊരു കളർ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ 3 ടെക്സ്റ്റ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വല്ല എഡിറ്റിങ്ങും ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതിന് ശേഷം നമുക്കതിലേക്ക് ഇമോജീസ് ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആ ഇമോജി എന്ന ഭാഗത്ത് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇമോജീസ് സെലക്ട് ചെയ്യാം. ഏകദേശം എല്ലാ ഇമോജീസും അതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കുള്ള ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇമോജീസൊക്കെ അതിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഇമോജി സെലക്ട് ചെയ്യുകയാണ്. ശേഷം യൂട്യൂബിൻ്റെ നേരെ സൈഡിൽ അതിന് അപ്ലൈ ചെയ്യുന്നു. ശേഷം ഇനി വല്ല എഡിറ്റിംഗ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ന ഭാഗത്ത് നിൽക്കി കഴിഞ്ഞിട്ട് സേവ് എന്നുള്ള ബട്ടണിൽ നിൽക്കുക. അപ്പോൾ അവിടെ ന്യൂ പാക്ക് എന്നോ അതിൽ നിലവിലുള്ള പാക്കിലോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അവിടെ ഞാൻ ന്യൂ പാക്കാണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം ഒരു നെയിം അടിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അത് നിങ്ങളുടെ ആ ഫോൾഡറിലേക്ക് സേവ് ആവുന്നതാണ്. ശേഷം ആ ഫോൾഡർ നിങ്ങൾക്ക് കാണാം. എന്നിട്ട് ആ സേവ് ചെയ്ത ഇമേജിൽ നിൽക്കിയിട്ട് അടിയിലേക്കുള്ള ആരോയിൽ സേവ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടാവും. ആ ഭാഗത്തുനിന്ന് നിൽക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഗാലറിയിലേക്ക് പോയി നോക്കാം. നമ്മൾ ആ തംബ്നെയിൽ ഇവിടെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. യൂട്യൂബിൻ്റെ അതേ സൈസിലാണ് സേവ് ആയിട്ടുള്ളത്. അപ്പോൾ
നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.